ദൈവമായ കർത്താവ് അരുൾ ചെയ്തു, മനുഷ്യൻ ഏകനായിരുന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകുന്നു. ഉൽപ്പത്തി 2:18. ദൈവമായ കർത്താവിന്റെ വാക്കുകൾ ഇന്ന് സാധ്യമാവുകയാണ്. മിശിഹായിൽ സ്നേഹിക്കുന്ന വൈദികരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ സ്പെഷ്യലായ ജോസ്മോൻ ആരാലും ഇന്നത്തെ ദിവസം ഈ കർത്താവിന്റെ അത്താഴത്തിന് മുമ്പിൽ വെച്ച് പുതിയ ഒരു കുടുംബം രൂപം കൊള്ളുകയാണ്. കർത്താവിന്റെ അത്താഴത്തിന് മുമ്പിലും ഇവിടെ ആയിരിക്കുന്ന ഏവർക്കും മുന്നിലും നിങ്ങൾ രണ്ടുപേരും ഒരു കുടുംബമായി തീരുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും സന്തോഷിക്കുന്ന ദിവസമാണ്. വിവാഹം എന്ന കൂതാശയിലൂടെയാണ് മറ്റ് കൂതാശകളിലേക്ക് ഒരു തുടർവാദം ലഭിക്കുന്നത്. ഇന്നലെ ഉറങ്ങുന്നതിന് മുൻപായി അച്ഛനേട്ടനെ വിളിച്ചു പറഞ്ഞു, അപ്പൂസ് എനിക്ക് പ്രസംഗം പറയാം. ഞാൻ പറഞ്ഞു, കുടുംബക്കാരുടെ മുന്നിൽ പ്രസംഗമാണ്. ഒരുപാട് കുടുംബക്കാരെ കല്യാണം കഴിഞ്ഞു, ഒരുപാട് പ്രസംഗങ്ങൾ പറഞ്ഞു. അപ്പൊ എന്റെ പ്രസംഗമെല്ലാം ഇവർക്ക് സുപരിചിതമാണ്. ഞാൻ ഇത് പറഞ്ഞാൽ പറയും ഈ പ്രസംഗമാണ് ആ കല്യാണത്തിൽ പറഞ്ഞത്. ഞാൻ മറ്റൊന്ന് പറഞ്ഞാൽ പറയും പിന്നെയും റിപ്പീറ്റേഷൻ ആണല്ലോ. ഞാൻ നോക്കി നടക്കുകയായിരുന്നു. രാവിലെ ജ്യേഷ്ഠ സഹോദരനെ കുട്ടിമോൻ, അവന്റെ ശീലമുണ്ട്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ സ്പീക്കറിൽ വലിയ ശബ്ദത്തിൽ പാട്ടുകൾ. ഇന്ന് അവൻ പറയുന്ന പാട്ട് ഒരു വിവാഹം എന്തായിരിക്കണം എന്ന് ഒരുപാട് അർത്ഥമുള്ള പാട്ടല്ല. ഞാൻ പരിശുദ്ധമായ ഇന്നത്തെ ദിവസം ഇത് പറയാനാണോ ഇതിന് ഈ പാട്ട് അയച്ചത്? നിങ്ങൾക്ക് ഏവർക്കും പരിചയമുള്ള ഒരു ഗാനമാണ്. അത് കുർബാന സ്വീകരണത്തിന്റെ സമയത്ത് കളിക്കുന്ന ഒരു പാട്ട്. എന്നിൽ അലിഞ്ഞ് ഞാനായി തീരുമ്പോൾ നീയിൽ അലിഞ്ഞ് ഞാൻ നീയായി തീർക്കുകയാണ്. അത് ഇപ്രകാരമാണ് വഴി പോകുന്നത്. എന്നെ അറിഞ്ഞു നീയായി തീരുമ്പോൾ നിന്നിൽ അറിഞ്ഞു ഞാൻ നീയായി തീർന്നില്ല. എത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ, എന്നെ നീയാക്കി മാറ്റിടേണമേ. എന്റെ ഈശോയെ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എന്റെ അന്ത്യം വരെ. വിവാഹമായിട്ടും ഇന്നത്തെ ഈ പാട്ടിന് ഒരുപാട് അർത്ഥമുണ്ട്. കാരണം എന്നിലരിഞ്ഞ് നീ ഞാനായി തീരുമ്പോൾ നിന്നിലരിഞ്ഞ് ഞാൻ നീയായി തീരുക. ജോസ്മോൻ അനുവായി തീരുകയും ജോസ്മോനുടെ അനു ആയി തീരുകയും അനുവിൽ ജോസ്മോൻ നിറയുകയും ചെയ്യണം. അതിനുശേഷം ഏറ്റവും മനോഹരമായ ഒരു വരിയിൽ എന്റെ ഈശോയിൽ ഇതിനെ ഞാൻ കാത്തിരിക്കും, ജോസ്മോനെ കാത്തിരിക്കും. ഓരോ ദിവസവും ഓരോ നിമിഷവും ജോസ്മോനെ വാക്കുകൾ കേൾക്കാൻ, ജോസ്മോനെ സ്പർശിക്കുവാൻ, ജോസ്മോനെ മുഖം കാണുവാൻ. അതുപോലെ തന്നെ അനുമോളും ജോസ്മോൻ അനുമോളെ കാത്തിരിക്കും. അവിടെ മധുരമായ ശബ്ദം കേൾക്കുവാനും ഒരുപാട് സംസാരിക്കുവാനും നടക്കുവാനും എന്നുവരെ എന്റെ അന്ത്യം വരെ. അങ്ങനെ ജോസ്മോൻ അനുവായി തീരുകയും അനുമോൾ ജോസ്മോനായി തീരുന്ന ഒരു നിമിഷമാണ്. അതുപോലെ തന്നെ നമുക്ക് ഏവർക്കും കേട്ടുവരുന്ന മറ്റൊരു വചനമാണ് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-ാമത്തെ വചനം. ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. ഇന്നു മുതൽ നിങ്ങൾ കർത്താവിന്റെ മുമ്പിൽ എന്താവശ്യപ്പെട്ടാലും, നിങ്ങൾ ഒരുമിച്ച് എന്താവശ്യപ്പെട്ടാലും അത് കർത്താവായ ദൈവം നിങ്ങൾക്ക് നിറവേറ്റി തരുവാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഞാനല്ല, ഇന്നത്തെ ആദ്യത്തെ വായനയിൽ പത്രോസിന് എന്ന് പറയുന്ന മറ്റൊരു കാര്യമാണ്. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യയ്ക്ക് അനുഭവം കഴിയുന്നത്. അതുപോലെ തന്നെ
ഭർത്താവിനോട് പ്രത്യേകമായി പറയുന്നത്, സ്ത്രീ ബലഹീനമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശ നിലയെന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുകയും ഒരു കാരണവശാലും അവിടെ നിന്ദിക്കാൻ ഇടയാകരുത്. തുല്യതയും അതുപോലെ തന്നെ പ്രാർത്ഥന. ഇന്നത്തെ വായന ഞാൻ പറയുന്നത് പത്രോസിന്റെ വാക്കുകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനമാക്കേണ്ടത്. പ്രാർത്ഥനയും വേണം, തുല്യതയും വേണം, പരസ്പരം ബഹുമാനം വേണം. വിവാഹ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ട കാര്യമാണ് തുല്യത, ബഹുമാനം, സ്നേഹം, അനുസരണം. ഇതെല്ലാം നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമായി തീരും. ജീവിതത്തിൽ ഇനി മുന്നോട്ട് ഏറ്റവും മനോഹരമായി ജീവിക്കാൻ ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങൾക്ക് മുന്നിൽ പാടിയ പാട്ട് പോലെ ആയിരിക്കണം നിങ്ങളുടെ ജീവിതം ഏറ്റവും മനോഹരമായി തീരണം. ജോസ്മോന് ഈ ഒരു അനീതി കൂടിയുണ്ട്. നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരുടെ മാതൃകയിൽ ഒരു പാഠപുസ്തകമാണ്. ഞങ്ങൾ പറഞ്ഞു അവരെ പോലെ ആയിരിക്കണം കുടുംബജീവിതം. അത് പറയാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ജോസ്മോനും അനുമോളും നൽകണം. നമ്മൾ ഏത് വിവാഹങ്ങളുടെ കൂതാശി പങ്കെടുക്കുമ്പോഴും എപ്പോഴും മാതാപിതാക്കളെ സ്മരിക്കാറുണ്ട്. നിങ്ങൾ അവരെ വളർത്തി വലുതാക്കി ഒരുപാട് തന്നു. പക്ഷെ ഇന്നേ ദിവസം പിന്നീട് എനിക്ക് അതിൽ നിന്നുമുള്ള ഒരു വലിയ റിയലൈസേഷൻ ആണ്. ശരിക്കും മാതാപിതാക്കളല്ല സ്മരിക്കുന്നത്. ഞാൻ ഏത് കല്യാണക്കുമാരുടെ മാതാപിതാക്കളെ സ്മരിക്കുകയാണ്. നിങ്ങൾ മക്കളെ വളർത്തി കൂതാശ നൽകി അവർ ഈ നിലയിൽ എത്തിച്ചു. മാതാപിതാക്കളെ അത് നിങ്ങളുടെ കടമയാണ്. അപ്പന്റെ അമ്മയുടെ 18 വയസ്സ് വരെ നിങ്ങളൊരു മക്കൾക്ക് ജന്മം നൽകിയാൽ 18 വയസ്സ് വരെ വിശ്വാസത്തിലും അതുപോലെ ജ്ഞാനത്തിലും വളർത്തുന്നത് നിങ്ങളുടെ കടമയാണ്. അപ്പൊ ഉത്തരവാദിത്വം അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അതുപോലെ മക്കൾക്കൊരു മൗലിക അവകാശമുണ്ട്. അവരുടെ മാതാപിതാക്കൾ അവരെ വളർത്തണം എന്നുള്ളത് നിയമപരമാണ്. പക്ഷേ മക്കൾക്ക് അത് തിരികില്ല. 18 കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ജീവിതം സ്വയമേ തിരഞ്ഞെടുക്കാം. അവർ ഇഷ്ടം. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ വ്യക്തിപരമായി ഒരുപാട് കടപ്പെട്ടിരിക്കുന്നത് നന്ദി എന്ന് പറയാനുള്ളത് ജോസഫിനോട്, അനുവിനോടാണ്. നിങ്ങളെ ഞങ്ങൾക്ക് അവസരം തന്നത്. ഇന്ന ദിവസം ഈ ദേവാലയത്തിൽ വരുവാനും നിങ്ങൾ ഈ വിവാഹം നേരിട്ട് കാണുവാനും ഞങ്ങളെ ഓരോരുത്തരും ഞങ്ങൾക്ക് സന്തോഷിക്കാൻ അവസരം നൽകിയത് നിങ്ങളാണ്. ഇത് രണ്ടുപേരും. ഞാൻ ഒരിക്കൽ കപ്പാടപ്പോൾ ഒരു വിമർശനം പറഞ്ഞതാണ്, അച്ഛൻ എന്റെ പ്രണയവിവാഹമാണ്, പക്ഷേ ഞാൻ എൻ്റെ അപ്പന്റെ ടേസ്റ്റ് തിരിച്ചറിയും. എനിക്ക് മനസ്സിലായില്ല അവൾ പറഞ്ഞത്. ഒന്നുകൂടി പറഞ്ഞു തരാൻ പറഞ്ഞു അവളോട്. അവൾ പറഞ്ഞു, അച്ഛാ എന്റെ അപ്പന്റെയും അമ്മയുടെയും രുചി ഞാൻ തിരിച്ചറിയും. എനിക്ക് ഒരുപാട് പ്രൊപ്പോസൽസ് കിട്ടിയിട്ടുണ്ട് ജീവിതത്തിൽ പഠിക്കുമ്പോൾ. പിന്നീട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റിയ ഒരു പ്രൊപ്പോസൽ വന്നു. ഒരു കാഞ്ഞിരപ്പള്ളി 20കാരൻ, ജോലിയുണ്ട്, നസ്രാണിയാണ്, കുടുംബമുണ്ട്. ഞാൻ അവളോട് യേശു പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ അപ്പനോടും ഞാൻ ആ കാര്യം അവതരിപ്പിച്ചു. എൻ്റെ അപ്പൻ പറഞ്ഞു, എടി ഞാൻ ഇത് ചെയ്യണേ, ഞാൻ നിനക്കൊരു പയ്യനെ അന്വേഷിച്ചാൽ അവന് ജോലി ഉണ്ടായിരിക്കണം, നല്ലൊരു കുടുംബം ഉണ്ടായിരിക്കണം, അവനൊരു നസ്രാണി ആയിരിക്കണം. എനിക്കൊന്നും പറയാനില്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. അവൾ അപ്പന്റെ രുചി മനസ്സിലാക്കി തിരഞ്ഞെടുത്തു. ഒരുപാട് കുടുംബങ്ങൾക്ക് അങ്ങനെ അവസരം നഷ്ടപ്പെട്ടു. ഒരുപാട് കുടുംബങ്ങൾ അവരുടെ മക്കൾ കാരണം, സഹോദരങ്ങൾ കാരണം നഷ്ടപ്പെട്ടു ഈ ഒരു അവസരം. പക്ഷെ ഇന്നേ ദിവസം ഈ ജോസ്മോൻ ഈ അവസരം ഈ കുടുംബത്തിൽ നൽകിയിരിക്കും. ഞങ്ങൾക്ക് ഓരോരുത്തരും ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്നത്. ഇന്നേ ദിവസം ഞങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവമേ, ഇന്നേ ദിവസം ഒന്നായി തീരുന്ന ഈ ജോസ്മോനും അനുഭവത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സ്നേഹത്തിലും സമാധാനത്തിലും തുല്യതയിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുടെ ജീവിതം നയിക്കുന്ന അനുഗ്രഹം ഇവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.